ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും അതേപോലെ തന്നെ റംസാനൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള തരിക്കഞ്ഞിൻ്റെ റെസിപ്പിയും കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത്, തരിക്കഞ്ഞ് മിക്ക വീടുകളിൽ ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ. പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് നിർബന്ധമായിരിക്കും തരിക്കഞ്ഞി. കുട്ടികൾക്കാണ് ഇപ്പോൾ തരിക്കഞ്ഞി കുടിച്ചുവിടാൻ പറ്റാത്തത്. അപ്പോൾ പ്രായമുള്ളവരാകുമ്പോൾ അവർക്ക് എന്തായാലും നിർബന്ധമായിരിക്കും. അപ്പോൾ നമ്മുടെ റംസാനിന് നമ്മുടെ വയറും മനസ്സും നിറഞ്ഞൊരു തരിക്കഞ്ഞിയുണ്ട് ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ നെയ്യ് നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യ് എടുക്കുമ്പോൾ നമ്മൾ നല്ല ടേസ്റ്റുള്ള നെയ്യ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലേ നമ്മളെ തരിക്കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഞാനിതിൽ കുറച്ച് അണ്ടിയും അതേപോലെ തന്നെ മുന്തിരിയും കൂടെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ചെറിയുള്ളിയും അണ്ടിയും മുന്തിരിയും എല്ലാം നമുക്ക് ഈ നെയ്യിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നെയ്യിൽ കിടന്നിട്ട് നമ്മുടെ മുന്തിരിയൊക്കെ നല്ല വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പം നിങ്ങൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ പാലിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് റവയും കുറച്ച് സേമിയയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ എത്രയാണോ പാലെടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് വേണം നമുക്കിതിലേക്ക് സേമിയയും റവയും ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഒരു ഏലക്ക ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ നമ്മുടെ തരിക്കഞ്ഞി കുടിക്കാനായിട്ട്. അപ്പോൾ ഏലക്ക ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇനിയിപ്പോൾ വറവിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യം തന്നെ വറവ് ഒക്കെ റെഡിയാക്കിയിട്ടാണല്ലോ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി വറവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള തരിക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ഇതേപോലെ തരിക്കഞ്ഞി ഉണ്ടാക്കിയതിന് ശേഷമാണ് അതിലേക്ക് വറവ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നേരെ തല തിരിച്ചാണ്. ഇതേപോലെ വറവ് ആദ്യം റെഡിയാക്കിയതിന് ശേഷം ഇതേപോലെ തരിക്കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒറ്റയടിക്ക് തന്നെ നമുക്ക് എളുപ്പത്തിൽ ജോലി തീർക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമുക്കിനി പാനൊന്നും വെച്ചിട്ട് വറവ് റെഡിയാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ എല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് റവയും കുറച്ച് സേമിയയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ നമുക്ക് റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് നമ്മൾ റവ കുറേശ്ശെ ഇട്ടിട്ട് മറു കൈ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ട് കേട്ടോ. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുമ്പം കുറേശ്ശെ ഇട്ടിട്ട് അപ്പോൾ തന്നെ നമ്മളൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് കട്ടയില്ലാതെ നമുക്ക് നല്ല ടേസ്റ്റോട് കൂട്ടിയുള്ള തരിക്കഞ്ഞി കഴിക്കാനായിട്ട് പറ്റുക. അപ്പോൾ നമ്മൾ റവ ഇട്ടിട്ട് ഇളക്കാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കട്ടിയായി പോകും കേട്ടോ. പിന്നെ റവ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് റവ മാത്രം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അത് വേവായി കഴിയുമ്പോൾ നല്ലോണം ഒന്ന് തിക്കായി വരും കേട്ടോ ഈ തരിക്കഞ്ഞി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തരിക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള അടിപൊളി തരിക്കഞ്ഞിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ ഷൂ ഒക്കെ ഇതേപോലെ അതിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ചളി ഉണ്ടാവുമല്ലോ.
അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഈ ചളി എത്ര തുടച്ചാലും പോയില്ല, നന്നായിട്ട് തന്നെ ചളി പറ്റി പിടിച്ചിട്ടുണ്ടാവും. അത് ചളിയെല്ലാം പെട്ടെന്ന് പോയിട്ട് നല്ല ക്ലീൻ ആക്കാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ, ഒഴിഞ്ഞ ട്യൂബൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കത്രി വെച്ചിട്ടൊന്ന് വെട്ടി കൊടുക്കാം. എന്നിട്ട് ഒഴിവാക്കിയ ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ആ പേസ്റ്റ് എടുത്തിട്ട് കുറച്ചൊന്ന് നനച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ആ ഷൂവിൻ്റെ ഈ ചെളിയുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, ഈ സൈഡിലൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടോ. അങ്ങനെ ബ്രഷ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഉരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല പ്യുവർ വൈറ്റ് തന്നെ ആയി കിട്ടും കേട്ടോ. എവിടെയാണോ നമുക്ക് ചെളിയുള്ളത് ആ ചെളിയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഇതേപോലെ ബ്രഷ് വെച്ചിട്ടൊന്ന് തേച്ചതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ. അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഷൂവിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം നല്ല വെട്ടിത്തിളങ്ങുന്ന നല്ല വൃത്തിയുള്ള വൈറ്റ് കളറായി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ പേസ്റ്റ് എടുക്കുന്ന സമയത്ത് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റൊക്കെ നമ്മൾ ഒഴിവാക്കാറാണല്ലോ പതിവ്, ഇതേപോലത്തെ പേസ്റ്റിൻ്റെ ട്യൂബ്. അപ്പോൾ ഒഴിവാക്കുന്നതിൻ്റെ മുന്നേ എന്തായാലും അതിൻ്റെ ഉൾവശത്തൊക്കെ നന്നായിട്ട് കെട്ടിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കത്രി വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഷൂവ് നല്ല വൃത്തിയുള്ള ഷൂവായി മാറാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ചെളികളെല്ലാം പോയിട്ട് നല്ല പ്യുവർ വൈറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ചിരട്ട വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി സൂത്രം തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും സിങ്ക് പെട്ടെന്ന് ബ്ലോക്ക് ആവുക എന്നുള്ള ആ ഒരു തലവേദന തന്നെയാണ് നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവാന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ കിച്ചണിലൊക്കെ പ്രത്യേകിച്ച് സിങ്ക് ബ്ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ചിരട്ട ഇതേപോലെ ഞാനിവിടെ ഒരു 3 ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആ 3 ചിരട്ടയും ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടോ. അപ്പോൾ കുറച്ച് വലിയ പീസ് തന്നെ ആയിട്ട് ഞാനിവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലോട്ടേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം വെള്ളം ഒന്ന് തിളക്കാറായെന്ന് കണ്ടാൽ നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അപ്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. നമുക്ക് ബേസിനൊക്കെ സിങ്കൊക്കെ അടഞ്ഞു കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ചിരട്ട തിളപ്പിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു വെള്ളം തന്നെയാണ് ചിരട്ട. ഈ ചിരട്ട എന്ന് പറഞ്ഞാൽ നിസ്സാരനായി നിങ്ങൾ ഒരിക്കലും കാണരുത്. ചിരട്ട തിളപ്പിച്ചിട്ടുള്ള ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം നമുക്ക് കാലിൻ്റെ മുട്ടുവേദന, അതേപോലെ കാലിൻ്റെ ഞെരിയാണിൻ്റെ ആ ഭാഗത്തുള്ള ആ വീക്കം വേദന അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഈ ചിരട്ട തിളപ്പിച്ച വെള്ളം നമുക്ക് ഒരു തുണിയിൽ മുക്കി പിഴിഞ്ഞിട്ട് നമുക്ക് ആ ഭാഗത്ത് എവിടെയാണോ വേദന ഉള്ളത് ആ ഭാഗത്തൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ആ വേദനക്കൊക്കെ ശമനം കിട്ടാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നീർക്കെട്ടിൻ്റെ വേദന, ജോയിൻറ്റ് പെയിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ചിരട്ട തിളപ്പിച്ചിട്ടുള്ള ആ വെള്ളം ഒന്ന് ചൂട് പിടിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ആ വേദനക്കൊക്കെ ശമനം കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ ദാ ഇതേപോലെ ചിരട്ടയും അതേപോലെ ബേക്കിംഗ് സോഡയും നന്നായിട്ട് തന്നെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ നമ്മുടെ സിങ്കിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിങ്കിൽ ഇതേപോലെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആവുന്ന ആ ഒരു തലവേദന നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ സിങ്കിൽ നിന്ന് മാത്രമല്ല ബേസിനിലും അതേപോലെ ടോയ്ലറ്റിലും ഒക്കെ ഈ വെള്ളം കുറച്ച് സമയം ചൂടോടെ തന്നെ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് അണുക്കളുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ അത് കെട്ടിക്കിടക്കുന്ന എന്തൊരു വേസ്റ്റ് ഉണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത്. അപ്പോൾ ചിരട്ടനെ ആരും ഇനിയിപ്പോൾ നിസ്സാരമായി കാണരുത്. നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു പെന്നാണ് കേട്ടത്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.